പൊരുത്തത്തിന് വേണ്ടി ബലി നൽകണമെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞുണ്ടായത് തന്നെ വളരെ വൈകിയാണ്. അള്ളാഹു ആറ്റുനൂറ്റ് കൊടുത്ത കുഞ്ഞിനെ പടച്ച റബ്ബിന് വേണ്ടി ബലി നൽകണം എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞിനെയുമായി അറുക്കാൻ കൊണ്ടുവന്ന ഇടമാണ് ഈ പരിശുദ്ധമായ മിന എന്ന് പറയുന്ന ഇടം. സുബ്ഹാനല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനോട് അള്ളാഹുവിന്റെ ഖലീലായ സൈന്യത്തെ നിസ്സാരമായ കല്ലുകളെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത് ഈ ഭാഗത്തു നിന്നാണ്. നേരെ നോക്കാം, ഒരു പ്രാവിന്റെ കുടുംബമില്ലേ, അവിടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബലി നടത്തുന്നതിന് വേണ്ടി കിടത്തിയെന്ന് പറയപ്പെടുന്ന ഭാഗമാണ്. ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത് മിനയിലെ സുപ്രധാനമായ ജംറാത്താണ്. അതിന്റെ ഇടതുവശത്ത് കാണാം 300 വരുന്ന പ്രവാചകൻ നേരെ താമസങ്ങൾ കൊടുത്ത് ഹജ്ജിന്റെ ടൈമുകളാണ്. 1-ാം നമ്പർ നേരെ നോക്കാം. നേരെ നോക്കുന്ന ഭാഗത്ത് ഇടതുവശത്ത് മസൂർ ഹൈഫ് 300 വരുന്ന പ്രവാചകന്മാരെ കബറുകളെ കൊണ്ട് സമ്പന്നമാണ്. അത് കഴിഞ്ഞാണ് കോൺക്രീറ്റ് കെട്ടിടണ്ട 4 കെട്ടണ്ട, അതാണ് ജംറ. മുമ്പെല്ലാം ഒരു സ്തൂപം മാത്രമാണ് ഇരുന്നത്. ഇപ്പം നമ്മളൊക്കെ ഡെവലപ്പായത് വരെ ചെയ്താനും ഡെവലപ്പായി. എയർ കൂളറാണ്, 4 തട്ടിലാണ് മുപ്പത് ഉഷാറായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ചിലരൊക്കെ എറിയാൻ ചെല്ലുമ്പോൾ ചോദിക്കും നമ്മൾ തമ്മിൽ വേണമെന്ന്. ജംറ എണക്കാണ്. നിങ്ങൾ നമ്മളെക്കാളും മതി ചെലുത്താൻ്റെ നാട്ടിലൊന്ന് കഴിക്കും. 2 ഭാഗങ്ങളിലാണ് മിനയിൽ രാപാർക്കേണ്ട നമ്പുകളാണ്. 7-ന്റെ രാത്രിയാണ്. ഇപ്പോൾ 8ആണെങ്കിലും ഇപ്പോൾ തർത്തീബിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന്റെ പേരിൽ 7-ന്റെ രാത്രി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്ന് നിർത്തിക്കൊണ്ട് 8-ന്റെ രാത്രി ആകുമ്പോൾ തന്നെ സുബീക്ക് മുമ്പായി ആജിമാര അർഫയിലേക്ക് എല്ലാ മുത്തോഫുമാരെ തമ്പുകളുടെ കണക്കാക്കി നമുക്കിപ്പം നല്ല ഫാമിലി ബെഡും മറ്റ് പല പല സൗകര്യങ്ങളും AC എല്ലാം വേണമെങ്കിൽ ഇതൊന്നും കിട്ടാത്ത രീതിയിൽ അങ്ങനെ പ്രയാസപ്പെട്ട് 2-3 നാം മിന വിട്ടുകിടന്നു. എന്നാലും ഇപ്പൊ ജനങ്ങളൊക്കെ കൂടിയപ്പോൾ ഈ തണൽ എന്ത് ചെയ്യണം? രാത്രിയുടെ ഒരു 4 മണിക്കൂർ എന്നതുപോലെ അവിടെ തികയാത്ത ഇങ്ങോട്ടെത്തിക്കും. അല്ലാഹു നമുക്കെല്ലാം ആസന്നമാവുന്ന ഹജ്ജിനെത്താണ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ജയറാനയുടെ ചരിത്ര പശ്ചാത്തലം ഉസ്താദ്